വിജിയും അവളുടെ കാമുകനായിട്ടുള്ള സത്യം കൂടി അവളുടെ ഹിന്ദി ടീച്ചറെ കാണാനായിട്ട് പോകുന്നുണ്ട്. നല്ല മഴയുള്ള ദിവസമായിരുന്നു. അവര് ബൈക്കിലാണ് പോയത്. അതുകൊണ്ട് തന്നെ ആ ഒരു ഹിന്ദി ടീച്ചർ ഇന്ന് നിങ്ങൾ പോകണ്ടെന്ന് പറഞ്ഞ റൂമിന്റെ കീ അവർക്ക് കൊടുക്കുന്നുണ്ട്. അവര് രണ്ടുപേരും അന്ന് ആ ഒരു റൂമിൽ ഒറ്റക്കാണ് കഴിയാനായിട്ട് പോകുന്നത്. അവർക്ക് രണ്ടുപേർക്കും അതിൽ ഒട്ടും തന്നെ താല്പര്യം ഉണ്ടായിരുന്നില്ല. സത്യ തന്നെ കാമുകനാണെങ്കിലും അവൻ തന്നെ എന്തെങ്കിലും ചെയ്യുമോ എന്നുള്ള പേടിയായിരുന്നു അവൾക്ക്. വിജി അവളുടെ ഫോൺ എടുത്ത് അവൾ അമ്മക്ക് വിളിക്കുന്ന പോലെ ആക്ട് ചെയ്യാണ്. ഞാൻ ഇന്ന ഹോട്ടലിലാണ് ഉള്ളത്, സത്യ എന്ന് പറഞ്ഞ ഫ്രണ്ടിന്റെ കൂടെയാണ് ഉള്ളത് എന്നൊക്കെ അവൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അമ്മ ലൈനിലുണ്ടായിരുന്നില്ല. ഇത് കണ്ട സത്യക്ക് ആകെ സങ്കടം തോന്നുന്നുണ്ട്. കാരണം ഈ ഒരു ഐഡിയ പറഞ്ഞു കൊടുത്തത് തന്നെ സത്യമാണ്. പണ്ട് ഇവര് റിലേഷനിലാവുന്നതിന് മുമ്പ് രാത്രി ലേറ്റ് ആയിട്ട് ഓട്ടോയിലൊക്കെയാണ് പോയിരുന്നത്. ആ സമയത്ത് ആ ഒരു ഓട്ടോക്കാരൻ ഇവളൊന്നും ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അമ്മക്ക് വിളിക്കുന്ന പോലെ ആക്ട് ചെയ്തിട്ട് ആ ഓട്ടോ നമ്പറും ഓട്ടോക്കാരന്റെ അപ്പിയറൻസും സ്റ്റാൻഡും ഒക്കെ പറയാനായിട്ട് അവനാണ് അവൾക്ക് പറഞ്ഞു കൊടുത്തിരുന്നത്. ആ ഒരു ഐഡിയ അവനെ തന്നെ അവൾ പരീക്ഷിക്കുമെന്ന് അവൻ വിചാരിച്ചിരുന്നില്ല. അതുകൊണ്ട് അത് സങ്കടപ്പെട്ട് വിജിയോട് അവൻ പറയുന്നുണ്ട്. എന്നാൽ വിജി പറയുന്നത് അവൻ ആ ഒരു റൂമിന്റെ താക്കോല് കിട്ടിയ ഉടനെ തന്നെ എങ്ങോട്ട് ഓടി പോകുന്നുണ്ട്. അത് നീ എന്ത് വാങ്ങാനാണ് ഓടിപ്പോയത്, നിന്റെ പോക്കറ്റിൽ എന്താണെന്നാണ് ചോദിക്കുന്നത്. അവള് ഭയങ്കരമായിട്ട് തെറ്റിദ്ധരിച്ചിട്ടുണ്ടായിരുന്നു അവൻ വേറെ എന്തോ വാങ്ങാൻ പോയതാണെന്ന്. പക്ഷെ അവളിട്ട ലെഹങ്കക്ക് മാച്ച് ആയിട്ട് ഒരു കമ്മല് വാങ്ങാനായിട്ടായിരുന്നു അവൻ പോയത്. കാരണം ഇവളെ കാണാൻ വരുമ്പോഴെല്ലാം അവൻ ഓരോ ഗിഫ്റ്റ് വാങ്ങി കൊണ്ടുവരാറുണ്ടായിരുന്നു. ഇന്ന് അവൻ വാങ്ങിക്കൊണ്ടുവന്ന ഗിഫ്റ്റ് ആയിരുന്നു ഒരു കമ്മല്. അത് അവൾക്ക് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വിജിക്കും സങ്കടം തോന്നി അവനെ കെട്ടിപ്പിടിക്കാണ്. സത്യക്ക് അവന്റെ ലൈഫിൽ ഒരു ഗോളും ഉണ്ടായിരുന്നില്ല. വിജിയെ കാണണം, അവളോട് മിണ്ടണം, അത് മാത്രമായിരുന്നു അവന്റെ ഗോള്. അങ്ങനെ അവളിലുള്ള എല്ലാം അവനക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവളെ ഉപേക്ഷിച്ച് അവളോടുള്ള ആ ഒരു കോൺസെൻട്രേഷൻ വിട്ട് അവൻ എന്തെങ്കിലും ഗോളിലേക്ക് പോകുമെന്ന് അവൾ വിചാരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തോടുകൂടി നിന്റെ എല്ലാ എക്സ്പെക്ടേഷൻസും നിന്റെ ആ ഒരു അട്രാക്ഷനും നമുക്ക് തീർക്കാമെന്ന് അവൾ അവനോട് പറയുന്നുണ്ട്. പക്ഷെ അവൻക്ക് അതിൽ താല്പര്യം ഉണ്ടായിരുന്നില്ല. അതൊന്നും വേണ്ട, നമുക്ക് പോകാന്ന് പറഞ്ഞ് അവളെ വിളിക്കുന്നുണ്ടെങ്കിലും ഞാൻ വരില്ല എന്നാണ് വിജി പറയുന്നത്. അങ്ങനെ ദേഷ്യം വന്ന സത്യ അവിടെ നിന്ന് ഒറ്റക്ക് ഇറങ്ങി പോകുന്നുണ്ട്. പക്ഷെ ഇതേപോലെ വിജിയെ ഒരു പ്രാവശ്യം അവൻ ഇട്ടിട്ട് പോന്നിട്ടുണ്ടായിരുന്നു. അതാലോചിച്ച് വിഷമിച്ച് അവന് തിരിച്ച് ആ ഒരു റൂമിലേക്ക് തന്നെ പോകുന്നുണ്ട്. വിജി ഇനി അവനെ ഒറ്റക്കാക്കി പോകലെന്ന് പറഞ്ഞ് അവനെ കെട്ടിപ്പിടിക്കാണ്. അന്ന് അവര് രണ്ടുപേരും ആ റൂമിൽ ഒന്നായിട്ട് ഇരിക്കുന്നുണ്ട്. പിറ്റേ ദിവസം വിജിയെ കാണാനായിട്ട് നാട്ടിൽ നിന്ന് അവന്റെ അമ്മയും അച്ഛനും വരുന്നുണ്ടായിരുന്നു. അവര് പാർക്കിൽ അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. വിജിക്ക് വിളിച്ചിട്ട് കിട്ടുന്നില്ല. അവളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. അമ്മ എന്ന് വെച്ചാല് എല്ലാ സ്ഥലവും ഇങ്ങനെ വൃത്തിയായി കിടക്കണം, അതായിരുന്നു ആ ഒരു സ്ത്രീയുടെ ഏറ്റവും വലിയ എയിം. അതുകൊണ്ട് തന്നെ ആ ഒരു പാർക്ക് മുഴുവൻ ക്ലീൻ ആക്കി ഇടുന്നുണ്ട്. വിജി ഈ സമയമായിട്ടും എത്തിയിട്ടില്ല. അവസാനം രാത്രി ആവുന്നുണ്ട്. വിജി ഇപ്പോഴും എത്തിയിട്ടില്ല. അമ്മ വിജിക്ക് വേണ്ടി ഒരു പട്ടുസാരി വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അത് മകന്റെ കയ്യിൽ ഏൽപ്പിച്ച് അവര് നാട്ടിലേക്ക് തിരിച്ചു പോകുന്നുണ്ട്. വിജിയുടെ ഫോൺ ഇപ്പോഴും സ്വിച്ച് ഓഫ് തന്നെയാണ്. അവൾ ഈ സമയമെല്ലാം പഠിക്കായിരുന്നു. കാരണം അവൾ IAS പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പഠിപ്പെല്ലാം കഴിഞ്ഞ് 2 മണിക്കാണ് വിജി അവളുടെ ഫോൺ സ്വിച്ച് ഓൺ ചെയ്യുന്നത്. ആ സമയത്ത് സത്യയുടെ ഒരുപാട് മെസ്സേജ് അവളുടെ ഫോണിലുണ്ടായിരുന്നു. അവൾ വരുന്നവരെ പാർക്കിൽ നിന്ന് അവൻ പോകില്ലാന്നും ആ ഒരു മെസ്സേജിൽ കണ്ട കാരണം വിജി ആ ടൈമിൽ തന്നെ പാർക്കിലേക്ക് ഓടി എത്തുന്നുണ്ട്. എന്നാൽ സത്യ ഭയങ്കര ദേഷ്യത്തിലായിരുന്നു. അവൾ ഒരുപാട് സോറി പറയുന്നുണ്ടെങ്കിലും അവൻ അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അവസാനം അവനൊരു ഡയലോഗ് പറയാണ്, നിന്റെ അമ്മ ഇതുപോലെ തന്നെ ആയിരുന്നെങ്കിൽ നിന്റെ അച്ഛൻ നിങ്ങളെ ഉപേക്ഷിച്ച് പോയതിൽ തെറ്റില്ലാന്ന്. ചെറുപ്പത്തില് വിജിയുടെ അച്ഛൻ അവളെ ഉപേക്ഷിച്ചിട്ട് പോയതാണ്, അമ്മയാണ് കഷ്ടപ്പെട്ട് അവളെ വളർത്തിയത്. ഈ ഒരു ഡയലോഗ് അവളെ വല്ലാതെ ഹേർട്ട് ചെയ്യുന്നുണ്ട്. വിജി സങ്കടപ്പെട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. സത്യക്ക് ഇതിന് ശേഷമാണ് അത് പറയേണ്ടായിരുന്നു എന്ന് തോന്നുന്നത്. പിറ്റേ ദിവസം വിജി സത്യയെ ആദ്യമായിട്ട് അവളുടെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുന്നുണ്ട്. അന്ന് ആ വീട്ടിൽ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. അമ്മ നാട്ടിലേക്ക് പോയേക്കാണ്. പിന്നീട് എന്ത് സംഭവിച്ചെന്ന് അറിയാനായിട്ട് ഈ മൂവിയുടെ ഫുൾ പാർട്ട് കാണാൻ താഴെയുള്ള പ്ലേ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി.